ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും അതേപോലെ കുട്ടികൾക്ക് ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് അതിന് പകരമായിട്ട് 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണ് ആട്ടപ്പൊടി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ റവ ആയതുകൊണ്ട് ചെറിയ തരിയായിട്ടാവും ഇത് കിട്ടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സിയിൽ ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാ 2-3 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇതേപോലെ തൊലി വിട്ട് വരുന്ന രീതിയിൽ ആവോളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ തൊലി ഉള്ളതാണെങ്കിൽ കേട്ടോ. അപ്പോൾ അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതേപോലെ ഒരു തേങ്ങൻ്റെ പകുതി, ഉണങ്ങിയ തേങ്ങ അല്ലെങ്കിൽ കൊട്ട തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ വേറെന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ പകുതി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂണ് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ, അതും ചേർത്ത് കൊടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ വെളുത്ത എള്ള് 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഈ മാവിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്കൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ എരിവ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഇവിടെ റൗണ്ട് ഷേപ്പിലൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ 2 തവി മാവ് ഒഴിച്ചിട്ട് ഈവനായിട്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വെള്ളം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. 4-5 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവുന്നതാണ്. അപ്പോൾ അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇത് വേവ് പാകമാകുമ്പോൾ തൊട്ട് നോക്കിയാൽ കയ്യിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വിടിയിച്ച് കൊടുക്കുക. പിന്നെ കൈ വെച്ച് വലിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിന് കട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇതിലേക്ക് 4 ഭാഗമായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും വലുപ്പത്തിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച മിക്സ് എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ടൈറ്റായിട്ട് തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും
ഡിന്നറായിട്ടും കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.